മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. എം.എസ്. അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എത്ര മാത്രമുണ്ട്? ഒപ്പം ഈ രോഗം എത്ര കണ്ട് ഭീതിതമാണ്? സജിത്ത്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ 4 പേർ കോഴിക്കോട് ജില്ലയിലാണ്. 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ ഇതിനിടെ ചികിത്സയിൽ ഇരിക്കുന്നതിനിടെ മരിച്ചു എന്നും വിവരങ്ങളുണ്ട്. എന്തായാലും അവർക്ക് മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇവർ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ മരണം സംബന്ധിച്ച് ഇപ്പോൾ വകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായി ഉണ്ടായിട്ടില്ല. പക്ഷേ ഉച്ചയ്ക്ക് DMOയുടെ നേതൃത്വത്തിൽ ഈ വെസ്റ്റ് നൈൽ ഫീവറുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണങ്ങൾ, നിലവിലെ അവസ്ഥ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ഈ ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രോഗം ബാധിച്ച ആളുകളുടെ രക്തം, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മൈക്രോ ബയോളജി ലാബിൽ, മെഡിക്കൽ കോളേജിൽ ആദ്യം പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഈ വെസ്റ്റ് നൈൽ ഫീവറിന്റെ രോഗാണുക്കളാണ് ശരീരത്തിൽ ഉള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഈ ശവങ്ങൾ, ഈ ആളുകളുടെ ശരീരത്തിൽ നിന്ന് സ്വീകരിച്ച ശവങ്ങൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയക്കുകയും അവിടെയും ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പനി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരീരത്തിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലും മറ്റുമൊക്കെ അങ്ങേയറ്റം അപകടകരമായി മാറുന്ന ഒരു രോഗമാണ് ഇതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത്. പനി, തലവേദന, അപസ്മാരം, ഈ പെരുമാറ്റത്തിലുണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ, കൈകാൽ തളർച്ച, പെട്ടെന്ന് ബോധം കെട്ടുപോകുക തുടങ്ങിയവയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. ഏതാണ്ട് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് ഈ വെസ്റ്റ് നൈൽ ഫീവറിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് മസ്തിഷ്ക ജ്വരമെന്ന ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ ഈ മസ്തിഷ്ക ജ്വരമാണെന്ന ധാരണയിലാണ് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് വെസ്റ്റ് നൈൽ ഫീവർ എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുന്നില്ല എന്നത് ആശ്വാസമാണ്. എന്നാൽ രോഗം ബാധിച്ച പക്ഷി, മൃഗം എന്നിവ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ ഈ രോഗം പരസ്പരം ആളുകളിൽ നിന്ന് പകരപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നു. എന്തായാലും പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ രോഗസാധ്യത വളരെ കൂടുതലാണ്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് DMO ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കോഴിക്കോട് അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഈ ആരോഗ്യാവസ്ഥ വിലയിരുത്തുകയാണ്. ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ രോഗം ബാധിച്ച 10% പേരിൽ, വൈറസ് സ്ഥിരീകരിച്ച 10% പേരിൽ മരണാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ രോഗ സാഹചര്യവും അതിൻ്റെ അടിയന്തരാവസ്ഥയും ആരോഗ്യവകുപ്പ് വിലയിരുത്തുകയാണ്.